ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ആസമിൽ വെച്ച് കത്തോലിക്ക കന്യാസ്ത്രീ അപമാനിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. യാത്രാമധ്യേ സഹയാത്രികർ സിസ്റ്ററിൻ്റെ തിരുവസ്ത്രത്തെപ്പറ്റി മോശമായി സംസാരിക്കുകയും ക്രിസ്തു മതത്തിലുള്ള വിശ്വാസത്തെയും അപമാനിച്ച് സംസാരിച്ചുവെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായി മേഘാലയയിലെ തുറ രൂപതയുടെ സഹായമെത്രാനായ ഡോക്ടർ ജോസ് ചിറക്കൽ സൺഡേ ഷാലോം ന്യൂസിനോട് പ്രതികരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മേഘാലയ വളരെ ഒരു സമാധാനപരമായ ഒരു സംസ്ഥാനമാണ്. ഒരു 76% ക്രിസ്ത്യാനികൾ ഈ സംസ്ഥാനത്തിലുണ്ട്. കത്തോലിക്കരാണെങ്കിൽ തന്നെ 4 രൂപതയിലായിട്ട് ഒരു 10 ലക്ഷത്തോളം ഉണ്ട്. ഞങ്ങളുടെ അസംബ്ലിയിൽ 17 കത്തോലിക്കരുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്, മിസ്റ്റർ സംഗമ, കോൺട്രാക്ട് സംഗമ. അപ്പം ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് മേഘാലയ വളരെ സമാധാനമുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷേ ആസാം തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. ആസാമിൽ എപ്പോഴും പോകേണ്ടതായിട്ടും ആസാമിൽ കൂടി യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എയർപോർട്ട് ഗുവാഹട്ടിയിലാണ്, റെയിൽവേ സ്റ്റേഷൻ തന്നെ ആസാമിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 17-ാം തീയതി 3-4 ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു സിസ്റ്റർ റോസ്മേരി, ഡോട്ടേഴ്സ് ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് ദി സെയിൽസിൻ്റെ ഒരു അംഗം ദൂതനായി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ നിന്ന് ഗോൾപാറയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഹയാത്രികർ സിസ്റ്ററിനെ കളിയാക്കുകയും ഈ സഭാവസ്ത്രത്തെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ആസാമിലെ സ്കൂളുകളിൽ സഭാവസ്ത്രം ധരിച്ചിട്ട് സിസ്റ്റേഴ്സും വൈദികരും ഒന്നും പഠിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും സിസ്റ്ററിനെ കളിയാക്കുകയും സിസ്റ്ററിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ കണ്ടക്ടർ ബസ് നിർത്തി കുറച്ച് വിജനമായ സ്ഥലത്ത് ബസ് നിർത്തിയിട്ട് വേറൊരു ബസ് എടുത്ത് സിസ്റ്റർ വരേണ്ടതായിട്ട് വന്നു. ഇതിനെപ്പറ്റി ബന്ധപ്പെട്ടവരെ അറിയിച്ചപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ നേതാക്കന്മാരെ അറിയിക്കുകയും അൽമായരെ അറിയിക്കുകയൊക്കെ ചെയ്തു. ന്യൂസ് പേപ്പറിൽ വന്നു. മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് സെഷനാണ്. അസംബ്ലിയിൽ തന്നെ പല കത്തോലിക്ക MLA-മാരും മറ്റു MLA-മാരും ഇത് അവതരിപ്പിക്കുകയും അതിനെ പറ്റി വളരെ സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി നേരിട്ട് ആസാമിലെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗോൾപാറയിലെ SP ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ഉന്നത തലത്തിലുള്ള അന്വേഷണം നടക്കുകയും സിസ്റ്ററിനെ ബന്ധപ്പെടുകയും സിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സിസ്റ്റർ ആ സമയത്ത് ഷോക്കിലായതുകൊണ്ട് ബസ്സിൻ്റെ നമ്പറൊന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധ തിരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റെപ്പ് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ആസാമിലും മേഘാലയത്തിലും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. ഇങ്ങനെയുള്ള സംഭവം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഉണ്ടാകാതിട്ട് ഇരിക്കട്ടെ. കാരണം ഒരു വൈദികനോ ഒരു സിസ്റ്ററോ സഭാവസ്ത്രം ധരിച്ചു എന്ന് വിചാരിച്ച് കളിയാക്കപ്പെടുന്നത് വളരെ മോശമാണ്. ഇന്ത്യയിലെ ഒരു പൗരനെന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ സിസ്റ്റർ ഒരു ഷെഡ്യൂൾഡ് ട്രൈബൽ സിസ്റ്ററാണ്. അത് തന്നെയല്ല ഒരു മൈനോറിറ്റി സിസ്റ്ററാണ്, ഒരു സ്ത്രീയാണ്. നിലയിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത് വളരെ മോശമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ എടുക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.